ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് നടുവിലാണ് കൊട്ടാരക്കര താമരക്കുടി സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ. 300ഓളം പേർ നിക്ഷേപിച്ച 13 കോടിയോളം രൂപയാണ് ബാങ്കിൽ നിന്നും കാണാതായത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും നിക്ഷേപകർക്ക് നഷ്ടമായ സമ്പാദ്യം തിരികെ കിട്ടാൻ സഹകരണ വകുപ്പ് ഒരു നടപടിയും എടുത്തിട്ടില്ല. വർഷങ്ങളായി ഇടതുഭരണത്തിലുള്ള കൊട്ടാരക്കര മൈലം താമരക്കുടി സർവീസ് സഹകരണ ബാങ്കിൽ ഇടപാടുകാർ നിക്ഷേപിച്ച 13 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. 2011-ൽ 12% പലിശ വാഗ്ദാനം ചെയ്ത് ബാങ്ക് ഭാരവാഹികൾ നിക്ഷേപ സമാഹരണവുമായി എത്തിയപ്പോൾ നമ്മുടെ ബാങ്കല്ലേ എന്ന മനോഭാവത്താൽ പണം നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത്. സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരും അധ്യാപകരുമൊക്കെയാണ് ഇവരിലേറെയും. നിക്ഷേപ കാലാവധി കഴിഞ്ഞ് സമ്പാദ്യം തേടിയെത്തിയപ്പോൾ ജീവനക്കാർ കൈമലർത്തി. മക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കുമൊക്കെയായി ബാങ്കിൽ പണം സ്വരുക്കൂട്ടിയവർ ആത്മഹത്യയുടെ വക്കിലാണിപ്പോൾ. 5 ലക്ഷത്തിൽ പരം രൂപയുണ്ട്. അതിവിടെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ഭർത്താവിന് വൻകുടലിന് ഓപ്പറേഷൻ ചെയ്ത് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി 3ാമത്തെ ഓപ്പറേഷൻ ഉള്ള പൈസ ഒരു പൈസയില്ല. ആദ്യം മുതൽ ഞാനിവിടെ വന്ന് ചോദിക്കുകയും ഞാൻ ബാങ്കിന്റെ ഒരു പൈസയും തിരിച്ചു തരാൻ അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. സഭയുടെ പേരിലുമായിട്ട് ഏകദേശം 1 കോടിയോളം രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതും പലതും കാലാവധി കഴിഞ്ഞിട്ടും നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് അനേക ആളുകളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. ബാങ്കിലെ കോടിക്കണക്കിന് രൂപ സെക്രട്ടറിയും ഭരണസമിതിയിലുള്ള സിപിഎം സിപിഐ നേതാക്കളുടെ ബന്ധുക്കളുമെല്ലാം ചേർന്ന് വായ്പയായി തട്ടിയെടുത്തെന്ന പരാതിയിൽ പോലീസ് കേസുണ്ട്. 1 കോടി 13 ലക്ഷം രൂപ മുൻ സെക്രട്ടറി വിജയകുമാർ അപഹരിച്ചെന്നാണ് കേസ്. നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ സഹകരണ ഓംബുഡ്സ്മാനും ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതികളുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്ത് പണം തിരിച്ചുപിടിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.